കൃഷ്ണഗാഥ നിത്യപാരായണം 27-ാം ദിവസം, ചിങ്ങമാസം 26-ാം തീയതി. കള്ളായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിത്യം പാരായണം ചെയ്യുന്ന കൃഷ്ണഗാഥ ധ്യാന ശ്ലോകത്തോടുകൂടി ആരംഭിക്കുകയാണ്. മറ്റന്നാൾ രോഹിണിയോടനുബന്ധിച്ച് സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച 13-ാം തീയതി രാവിലെ 6 മണി മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കേരളക്കരയിലുത്തരാഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ കാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്നീരാ തന്നൂടെ പുഞ്ചിരിയായോരു ചന്ദ്രികാമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവദം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളുവാൻ. കീർത്തിയെ വാട്ടുവാൻ ഓർത്തു നിന്നിടുമെൻ ആർത്തിയെ തീർത്തു തോന്നിക്കേണമേ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. വീരനായുള്ളൊരു രോഹിണി നന്ദനൻ ദ്വാരക തന്നീലിരിക്കും കാലം കൗരവന്മാരുമാ പാണ്ഡവന്മാരുമായി വൈരമുണ്ടാകയാൽ പരമപ്പോൾ ഓർക്കുതൂനിഞ്ഞാരെന്നിങ്ങനെയുള്ളൊരു വാക്കിനെ കേൾക്കയാൽ വായ്പിനോടെ ഓർത്തു നിന്നിടി ഞാൻ ചീർത്തു നിന്നിടിനു രാത്തിയെ പൂണ്ടവനാസ്തയോടെ. ഗോവിന്ദൻ തന്നോട് ജീവനമായല്ലോ കേവലം മേവുന്നു പാണ്ഡവന്മാർ. കേശവൻ തന്നോട് ചൊല്ലിനെ കേളാതെ വാശിയെ പൂണ്ട സുയോധനന്താൻ. ശിക്ഷയെ ചെയ്കയാൽ അക്ഷതനായൊരു ശിഷ്യനായി വന്നു നമുക്കുമെന്നാൽ തങ്ങിൽ പിണഞ്ഞതു കാണുമ്പോൾ എങ്ങനെ മിണ്ടാതെ നിന്നുകൊള്ളൂ. മധ്യസ്ഥനായിട്ടു നിന്നുകൊള്ളുവാനുള്ള ബുദ്ധിയുണ്ടാകുന്നതല്ല എന്നാൽ ഇന്നീലം കൈവേടിഞ്ഞിന്നു ഞാൻ പോകണം എന്നങ്ങു തന്നീലെ നന്ദി നേരെ. തീർത്ഥങ്ങളാടുവാൻ പോകുന്നേനെന്നൊരു വാർത്തയെ ചൊല്ലി നടന്നുടനെ നേരറ്റു നിന്നുള്ളോരാരണന്മാരുമായി ഓരോരോ തീർത്ഥങ്ങളാടിയാടി ഉത്തമമായൊരു നൈമിഷദേശത്തു സത്വരം ചെന്നവൻ നിന്ന നേരം സത്രത്തെ ചെയ്തുള്ള മാമുനിമാരെല്ലാം ഉത്തമമായൊരു ഭക്തിയാലേ ആദിത്യവേലയുമാചരിച്ചമ്പിനോടാദരിച്ചന്നേരമായ വണ്ണം
സശ്രമനായൊരു രാമനെ എല്ലാരും വിശ്രമനാക്കി ഞാൻ വാക്കുകൊണ്ടേ. കേടറ്റു നിന്നൊരു സൂതനെ കാണായി പീഠത്തിലേറി ഞെളിഞ്ഞതപ്പോൾ. കല്യനായുള്ളൊരു സീതി താൻ കോപിച്ചു ചൊല്ലി നിന്നിടിനാൻ എല്ലാരോടും. സജ്ജനമെല്ലാം എഴുന്നേറ്റു നിന്നപ്പോൾ ലജ്ജയും കൂടാതെ പീഠത്തിന്മേൽ ഉദ്ധതനായി ഞെളിഞ്ഞൊരി പാഴന്താൻ വദ്യനെന്നുള്ളതു തേറിനാലും. വന്ദ്യന്മാരായുള്ള മാമുനിമാർക്കെല്ലാം വന്നിങ്ങു കൂപ്പേണമെന്നു തോന്നി. വന്യനായുള്ളതു ഞാനത്രേ എന്നല്ലോ നിന്യനായി മേവുമി മന്ദനോർത്തു. നാണവും കൈവിട്ടു നമ്മെ വന്നിങ്ങിനെ നാളെയും നിന്നവൻ നിന്നിക്കല്ല. ഇങ്ങിനെ ചെന്നൊരു ദർഭയെടുത്തുടൻ പൊങ്ങിന കോപത്താൽ മുങ്ങുകയാൽ. ശത്രുവെ വെല്ലുന്നൊരസ്ത്രമെന്നിങ്ങിനെ ചിത്തത്തിൽ ചിന്തിച്ചെറിഞ്ഞാനപ്പോൾ. മാമുനിമാരുടെ ലോചനവാരിയും മാർഗിന സൂതനും വീണുതപ്പോൾ. ഇച്ഛ പിഴച്ചുള്ള മാമുനിമാരപ്പോൾ അച്യുതൻ സോദരനോടു ചൊന്നാർ. കഷ്ടമായുള്ളൊരു കാര്യമല്ലോ നീ ദുഷ്ടനായി ചെയ്തതു തെറ്റന്നിപ്പോൾ. സൽക്കഥ ഞങ്ങൾക്കു ചൊൽവതിനായല്ലോ സൽക്കരിച്ചിന്നിവൻ തന്നെ ഞങ്ങൾ. ആരേണക്കായുള്ളൊരാസനം തന്നെയും ആദരവോടു കൊടുത്തു നേരെ. ആരെയും കണ്ടാൽ നീ ആചാരം വേണ്ട എന്നാജ്ഞയും നൽകിയിരുത്തിക്കൊണ്ടു. അങ്ങിനെയുള്ളൊരു സൂതനെ ഇന്നു നീ ഇങ്ങിനെ കൊന്നതു വേണ്ടിലൊട്ടും. എന്നതു കേട്ടൊരു സീരി താൻ ചൊല്ലിനാൻ നിന്നൊരു മാമുനിമാരോടപ്പോൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എന്നുടെ കയ്യാലെ ചാകയെന്നിങ്ങനെ മുന്നമേയുണ്ടിവനെ കലന്നാൽ. ഇന്നതു ചിന്തിച്ചു ഭിന്നത കൊലേണ്ട വന്നതിൻ കാരണമുള്ളിലായാൽ. നമുക്ക് വന്നതിനുണ്ട് ഭിന്നത കൊലേണ്ട വന്നതിൻ കാരണമുള്ളിലായാൽ. വന്നതും രണ്ടും ഒരു അയാൾ വന്നത് വന്ന സംഗതി വന്നത് കൊന്നതും ശരിയായി. സൽക്കഥ ചൊല്ലുവാനാക്കി നിന്നിടുവിൻ ദുഃഖവും കൈവിട്ടു നിന്നു നിങ്ങൾ. പോരാതെ ചെയ്തൊരു കാര്യം തൊട്ടേതും പോരായ്മ ചിന്തിച്ചു ചീറൊല്ലാതെ. നമ്മെ കൊണ്ടേതാനും വേണ്ടുന്നതുണ്ടെങ്കിൽ കന്മഷം കൈവിട്ടു ചൊല്ലിനാലും. ഇങ്ങനെ ചൊന്നതു കേട്ടവരെല്ലാവരും തങ്ങളിൽ ചിന്തിച്ചു ചൊന്നാരപ്പോൾ. വൽക്കാലൻ എന്നങ്ങു ചൊൽകൊണ്ടു നിൽക്കുന്നൊരുൾക്കടനായുള്ള ദാനവൻ താൻ വന്മതം പൂണ്ടു തിമിർക്കയാലങ്ങൾക്കു കർമ്മങ്ങളെല്ലാം മുടങ്ങിക്കൂടി. ആവതല്ലിന്നിവൻ ചെയ്തതു ചൊല്ലുവാൻ കേവലം വന്നിങ്ങു വാവു തോറും. ഇന്നവൻ തന്നെ നീ കൊന്നങ്ങു വീഴ്ത്തുകിൽ നന്നായി വന്നിതുമെന്നെ കൂമേ. എന്നതു കേട്ടൊരു സീരി താൻ ചൊല്ലിനാൻ വന്നൊരു വാവുനാൾ കൊന്നു നേരെ. വിണ്ടലുള്ളിലും നിങ്ങൾ തന്നുള്ളിലും ഉണ്ടായ ഖേദത്തെ പോക്കുവൻ ഞാൻ എന്നങ്ങു ചൊന്നുവനീലം തന്നിലെ വന്നൊരു വാവിനെ പാർത്തു നിന്നാൻ. വാവങ്ങു വന്നപ്പോൾ മാമുനിമാരെല്ലാം ആവില മാനസരായ നേരം. ഭീതരായി നില്ലാതെ വൈധാന കർമ്മത്തിൽ കൈതുടർന്നിടുവിൻ എന്നു ചൊന്നാൽ. നന്മുനിമാരതു കേട്ടു നിന്നോരോരോ കർമ്മങ്ങൾ ആരംഭിച്ചിടും നേരം. മുഷ്കരനായൊരു വൽക്കലൻ വന്നു നിന്നുൾക്കട കർമ്മങ്ങൾ ആചരിച്ചാൻ. മത്സ്യങ്ങൾ കൊണ്ടു വിതച്ചു നിന്നിടിഞ്ഞാൻ മധ്യമായുള്ളൊരു നീരും വീഴ്ത്തി. വിന്മയമായൊരു നൽവിള തൂകിനാൻ കന്മഷകായ്കളെ കായ്പിപ്പാനായി. ശോണമായുള്ളൊരു ശോണിതം തൂകിനാൻ ചേണുറ്റ കുണ്ടങ്ങൾ തോറും. പിന്നെ
ദുഷ്ടനായുള്ളൊരു വൽക്കാലൻ ഇങ്ങനെ കഷ്ടത പിന്നെയും കാട്ടും നേരം ദുർഗന്ധമേതും പൊറുക്കരുതായികയാൽ നിർഗമിച്ചിടിനാർ നിന്നോരെല്ലാം. വീരനായുള്ളൊരു സിരിതാൻ നോക്കുമ്പോൾ ദൂരവേ കാണായി ഘോരൻ തന്നെ. സീരത്തെ കൊണ്ടു വലിച്ചവൻ തന്നെയും ചാരത്തു കൊണ്ടു പിടിച്ചു. പിന്നെ നിർമ്മലമായൊരു വൻസ്ഥലത്തിനു വന്മതം പൂകിച്ചാൻ ചാടിച്ചപ്പോൾ കന്യമാരുടെ വേദന പോലെ കമ്മന്റെ ജീവനും പോയിതായി. മോദിതരായുള്ള മാമുനിമാരെല്ലാം ആദരിച്ചമ്പോൾ സിരി തന്നെ ആശയം തന്നിൽ നിറഞ്ഞു നിന്നിടുന്നൊരാശിയും ചൊല്ലിനാരായ വണ്ണം വാരിറ്റു നിന്നൊരു സിരിതാൻ എന്നപ്പോൾ ആരണർ നൽകിയുള്ള ആശിയെല്ലാം പാതേയമായി പരിഗ്രഹിച്ചങ്ങനെ പാരാതെ പിന്നെയും തീർത്ഥത്തിനായി ആഗതരായുള്ളൊരാരണന്മാരുമായി പോകത്തുടങ്ങിനാൻ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. നിന്നൊരു പാരാതെ ചെന്നു നിന്നാടി. പിന്നെ ചൊൽക്കൊണ്ടു നിന്നുള്ള തീർത്ഥങ്ങളൊന്നെ ദിക്രമം കൊണ്ടു നിന്നാടിയാടി. മേദിനി തന്നെ വാലത്തു വച്ചങ്ങനെ മേളത്തിൽ നീളെ നടന്നുമല്ലേ. പാതകം പായും പ്രകാശമാം തീർത്ഥത്തിൽ കൗതുകം പൂണ്ടവൻ വന്ന നേരം പാണ്ഡന്മാർ വന്നു പറഞ്ഞതു കേൾക്കായി. പാണ്ഡവന്മാരായ വീരർക്കെല്ലാം ഘോരമായി നിന്നുള്ളൊരാഹവമുണ്ടായി. കൗരവന്മാരോട് കൂടിയിന്നാൾ എണ്ണമില്ലാതൊരു മന്നവരെല്ലാം മണ്ണിടം കൈവിട്ടു വെണ്ണിലാണ്. വീരനായുള്ളൊരു വായുദാനയനും നേരിട്ടു നിന്ന സുയോധനനും തങ്ങളിൽ നിന്നു പിണങ്ങി നിന്നിടുവാൻ ഭംഗിയും കൊണ്ടു കാണക്കുണ്ടിപ്പോൾ. എന്നതു കേട്ടൊരു സിരി തന്നെ മണ്ണുടെ ഭാരം തളർന്നതായി. പാരാതെ ചെന്നേനി വീരന്മാർ പോലെന്ന വൈരത്തെ പോക്കണം പാകിലിപ്പോൾ. എന്നോ നന്നീന രോഹിണി നന്ദനം ചെന്നവർ ചാരത്തു പോകും നേരം കണ്ടു നിന്നിടുന്ന പാണ്ഡവന്മാരെല്ലാം എന്തലും കൊണ്ടു ചവഞ്ഞാരപ്പോൾ. എന്തൊന്നു ചിന്തിച്ചു വന്നുതെന്നിങ്ങനെ ചിന്തയും കൊണ്ടു നിന്നന്ധനായി. കാർവർദ്ധൻ തന്മുഖം നോക്കി തുടങ്ങിയാൻ കാതരനായൊരു ധർമ്മജന്താൻ. എന്തിവൻ ചൊല്ലുന്നതെന്നതെ ചിന്തിച്ചു എന്തെല്ലാരും നിന്ന നേരം ചാരത്തു ചെന്നൊരു സിരിതാൻ എന്നപ്പോൾ വീരന്മാരോടു വിളിച്ചു ചൊന്നാൻ. എന്നോട് ചൊല്ലിന് കേൾക്കുമിന്നിങ്ങളും ഇങ്ങനെ ചിന്തിച്ചു വന്നുതിപ്പോൾ. ബന്ധുക്കളായോരും ബന്ധിച്ചു നിന്നോരും അന്തത്തെ പ്രാപിച്ചു തല്ലു എന്നാൽ പൊങ്ങിന കോപവും പൂണ്ടു നീ ഇങ്ങനെ നിങ്ങളിൽ നിന്നു പിണങ്ങ വേണ്ട. ഊക്കിനെ പാർക്കുമ്പോൾ ഊക്കനായി നിന്നിട്ടു രൂക്ഷനായുള്ളതു ഭീമനത്രേ. ശിക്ഷ കൊണ്ടുള്ളതു ചിന്തിച്ചു കാണുമ്പോൾ അക്ഷതനായി വരും നെയ്യുമെന്നാൽ. നിഷ്ഫലമായൊരു യുദ്ധമെന്നിങ്ങനെ നിശ്ചയമുണ്ടെനിക്കുള്ളിലെന്നാൽ നേരിട്ടു നിങ്ങളിൽ ഇങ്ങനെ നില്ലാതെ നേരത്തിണങ്ങുക എന്നേ വേണ്ടു. സിരിതാനിങ്ങനെ ചൊന്നതു കേട്ടുള്ള വീരന്മാരേറിന വൈരത്താലെ പിന്നെയും പാരം പിണങ്ങി നിന്നിടിനാർ. എന്നതു കണ്ടൊരു സിരിയപ്പോൾ ഇങ്ങനെ കർമ്മം ഇവർക്കെന്നു ചിന്തിച്ചു പൊങ്ങിന ഖേദത്തെ പൊക്കി. പിന്നെ പാണ്ഡവന്മാരോടു യാത്രയും ചൊന്നുടൻ പാരാതെ പോയി തൻ ദ്വാരകയിൽ. ഇഷ്ടരുമായിട്ടു ദുഷ്ടനായി മെവീന പത്തുനാളെങ്ങനെ നിന്നു. പിന്നെ ധന്യമായുള്ളൊരു നൈമീശ ക്ഷേത്രത്തിൽ പിന്നെയും പോയവർ ചെന്ന നേരം യജ്ഞങ്ങൾ കൊണ്ടു യോജിപ്പിച്ചു മെവീന. അജ്ഞാതാവിവരിട്ട മുനിമാർ മംഗലസ്നാനവും ആചരിച്ചങ്ങനെ മങ്ങാതെ വന്നുടൻ ദ്വാരകയിൽ. കാർമൂകിൽ വർണ്ണനും താനുമായമ്പോടു തുമയിൽ മെവീനാൻ കാമപാലൻ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ
കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കുചേലഗതിയാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യേണ്ടത്. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കാർവർണ്ണനേറ്റവും കാരുണ്യം പുരിച്ചു ആരണനുണ്ടായി പാരീടത്തിൽ. ശൈശവമീശുന്ന കാലത്തു പണ്ടു പോയി ദേശികൻ ചാരത്തു മേവുമന്നാൾ. തങ്ങളിലൊന്നിച്ചു വിദ്യകൾ കേൾക്കയാൽ ചങ്ങാതിയായുള്ളു പണ്ടു പണ്ടേ. നിത്യങ്ങളായുള്ള കർമ്മങ്ങളെല്ലാമേ കൃത്യമായി ചെയ്തു തെളിഞ്ഞു നിൽപ്പോൻ. ശാന്തയായുള്ളൊരു കാന്തയും താനുമായി താന്തനായി നടന്നു മേന്മേൽ പാലിച്ചു നിന്നൊരു ദാരിദ്ര്യം പൂണ്ടിട്ടു യാചിച്ചു പോരുവാൻ പാരിയിലെങ്ങും. കുൽസിതമായൊരു ചേലയും പൂണ്ടെങ്ങു നിൽക്കയാൽ എന്നതേ പേരുമായി ശാശ്വതനായുള്ളൊരീശ്വരൻ തന്നെയും ആശ്രയിച്ചങ്ങവൻ മേവുംകാലം. ചുത്തുകൊണ്ടേറ്റവും ദീനയായുള്ളൊരു ചിത്തവും പൂണ്ടു നിന്നൊരു നാൾ ആര്യയായുള്ളൊരു ഭാര്യ താൻ ചെന്നു നിന്നാര്യനായുള്ളവനോടു ചൊന്നാൻ. ഓദനം കാണാതെ ഒട്ടുനാളുണ്ടല്ലോ വേദന മാറാതെ മേവുന്നു നാം. ഓദനം തന്നോനെ കണ്ടതുമില്ലെന്നും വേദന ചിന്തിക്കൽ മേലിലത്രേ. ആവതുമില്ലതും പാതിയായി മീനിയും നാവും മയങ്ങുന്നു നാളിൽ നാളിൽ. യാചിപ്പാൻ പോവാനോ ചേലയും ചെമ്മല്ല ഗേഹത്തിൽ മേവുവാൻ മെയ്യുമുണ്ടേ. ചെന്താലിൽ മാതോടു ചേരുന്ന കാർവർണ്ണൻ ബന്ധുവെന്നല്ലയോ ചൊല്ലിപ്പോരു. ദ്വാരകയാകിന പൂരിലും ചെന്നു നിന്ന പാരാതെ കണ്ടികൾ നന്നായിതും. ചുറ്റുകൊണ്ടുണ്ടാകുന്നത്തലയിന്നീവൻ ചിത്തത്തിലാക്കുക എന്തു ചേതം. ഏറ്റു നിന്നിടുകീലാണ് ചൊല്ലാമല്ലോ. ഏറ്റില്ല എങ്കിൽ ചെന്നമ്പെടുക്കാം. നമ്മുടെ വാഞ്ചിതം നന്നായി നിന്നവൻ നൽകി നിന്നിടുമ്പോൾ പോരുമല്ലോ. കാരുണ്യമില്ല എന്നല്ലിയിരിക്കുന്നു കാരുണ്യവാരിധി എന്നു കേൾപ്പൂ. വാരുറ്റുമേവുമ ദ്വാരക തന്നിലെ പാരാതെ ചെല്ലുക എന്നേ വേണ്ടു. ആര്യയായുള്ളൊരു ഭാര്യ താൻ ഇങ്ങനെ കാര്യമായുള്ളതു ചൊന്ന നേരം. സന്തുഷ്ടനായവൻ ചൊല്ലി നിന്നിടിനാൻ ചിന്തിച്ചു നിന്നു നൂറുന്നു നേരം. എന്നുടെ മാനസം തന്നിലുമുണ്ടിതു മുന്നമേ കാണണമെന്നു തന്നെ. നിന്നുടെ സാഹസം തന്നാലെങ്കിലൻ പുണ്യങ്ങൾ പൂരിച്ചു കൊള്ളാമിപ്പോൾ. രണ്ടിടത്തല്ലല്ലോ രാഗികളാം ഞങ്ങൾ ഉണ്ടു മുറങ്ങിയും പണ്ടേ പോരു. ഇന്നിനി നമ്മെ മറന്നങ്ങു പോകിലും എന്നുടെ കണ്ണിനോ പുണ്യമുണ്ടാം. കാണുന്ന നേരത്തു കാഴ്ചയായി നൽകുവാൻ വേണുന്നതേതുമൊന്നില്ലയല്ലോ. പ്രാഭവം പൂണ്ടോരെ പ്രാകൃതം കാണുമ്പോൾ പ്രാകൃതം വേണമെന്നുണ്ടു ന്യായം. ദ്വാര്യതാനെന്നതു കേട്ടങ്ങു നിന്നപ്പോൾ ആരണന്മാരുടെ ഗേഹം തോറും. നാൽപ്പീടി നെല്ലിനെ യാചിച്ചു കൊണ്ടെന്നു വായ്പോടു നിന്നു വറുത്തു. പിന്നെ കല്ലാലി മെല്ലവെ താളിച്ചു നെല്ലിനെ നല്ല വീരാക്കിനാൻ വല്ലവണ്ണം. ചീർത്തൊരു മോദത്താൽ ആസ്തപൂണ്ടങ്ങതു പോത്തുണി തന്നിലെ ചേർത്തു. പിന്നെ സന്തുഷ്ടനായൊരു കാർമുകിൻ കയ്യിലെ ചന്തത്തിൽ നൽകി ഞാൻ ബന്ധിച്ചപ്പോൾ തെറ്ററില്ല. ഭാര്യത നൽകുമ പ്രാകൃതം തന്നെയും പാരാതെ വാങ്ങിനോരാരണൻ താൻ. ദ്വാരക നോക്കി നടന്നു തുടങ്ങിന വാരിജലോചനൻ തന്നെ കാൺമാൻ. ചെന്നാലേതെല്ലാമേ ചിന്തിച്ചു നിന്നവൻ തന്നിലെ നന്ദിനാൻ മെല്ലെ മെല്ലെ. കാർവർണ്ണൻ തന്നുടെ ചാരത്തു ചെന്നിട്ടു കാൺമതിനുണ്ടോ കണക്കു വന്നു. ത്രൈലോക്യനാഥനായി നിന്നവൻ തന്നിലെ ആലോക്യനായി വരുമെങ്ങിനെ ഞാൻ. കണ്ടോരു നേരത്തു കാർവർണ്ണൻ തന്നോട് പണ്ടു ഞാൻ കണ്ടതു മിണ്ടാമോ താൻ. വാതുക്കൽ നിന്നുള്ളോൻ ശാസിച്ചു നിന്നിട്ടു ബാധിച്ചു പോമല്ലോ പോക്കു തന്നെ.
ആ വേടത്തോളം ഇന്നെങ്കിലും ചൊല്ലു ഞാൻ ദൈവത്തിൻ കയ്യിലും പിന്നേതെല്ലാം ഇങ്ങനെ തന്നീലെ നണ്ണീനാരണൻ മങ്ങാതെയുള്ളൊരു മാർഗത്തൂടെ ദ്വാരകയാകിന പൂരിയിലും പോകിനാൻ വാരിതനാകാതെ നേരെയപ്പോൾ പണ്ടൊന്നും കാണാതെയുള്ളോനെ കണ്ടപ്പോൾ മണ്ടിച്ചെന്നെല്ലാരും കണ്ടു നിന്നാർ ചാലെ മേലിഞ്ഞൊരു മേനിയെ കണ്ടിട്ടു ലീലയായി നിന്നു പറഞ്ഞാർ പിന്നെ അസ്ഥികൾ കൊണ്ടു ചമച്ചതിൻ അബ്ജൻ പണ്ടിങ്കൻ മനിവേനി തന്നെ ബീഭത്സമായ രസത്തിനെ കാട്ടുവാൻ ആബദ്ധലീലനായല്ലയല്ലി പേശലമായൊരു കാശത്തെ കൃഷിട്ടു പേശുവാൻ ഒരു മിക്കശമിപ്പോൾ പാങ്കുഴി എന്നോർക്കു നേത്രങ്ങൾ നിർമ്മിച്ചു യോഗ്യത പോരുമിലിന്നു പാർത്താൽ പാതാള ലോകത്താൽ ഒന്നിങ്ങു പോന്നിവൻ നാഭിക്കുമീതെ പോയി നിന്നിതോ ചൊല്ലി വിശ്വത്തിനായൊരു നത്തൂണു നിർമ്മിച്ച് വിശ്വസിച്ചിടാവൂ വീഴായിവൻ എന്നങ്ങു നന്ദിയതിനുള്ള നീളത്തെ തന്നിലെ ചിന്തിച്ചു നിന്ന നേരം നാളിക ജന്മാവിൻ പാദങ്ങൾ നിർമ്മിച്ചു നീളത്തെ കാണുമ്പോഴിന്നു തോന്നും ദുർഭകനെങ്കിലും വിപ്രതയോർക്കുമ്പോൾ അത്ഭുത വീര്യനായി മേവുമത്രേ ബ്രാഹ്മമായുള്ളൊരു മേന്മയെ കണ്ടാലും മേന്മേലെ മെയ്യിലെഴുന്നിരിപ്പോൾ നിന്ദ്യനല്ലേതുമേ മന്ദത കൊണ്ടിവൻ വന്ധ്യനായുള്ളൊരു ഭൂമിദേവൻ ഇങ്ങനെ ചൊന്നവർ വന്നിച്ചു നിന്നുടൻ പൊങ്ങിന കൗതുകം പൂണ്ട നേരം പാരിജലോചനം ചേരുന്ന ഗേഹം തൊട്ടാരണൻ നേരെ നടന്നാനപ്പോൾ ദൂരവി കണ്ടൊരു വാരിജലോചനൻ ആരീതിന്നെങ്ങിനെ നോക്കി നോക്കി ചങ്ങാതിയായുള്ളോരാരണൻ വന്നതെന്നങ്ങിനെ തന്നീലെ നന്ദി നേരെ കാമിനിയോടു കലർന്നുള്ള ലീലയും കൈവിട്ടു പെട്ടെന്നെഴുന്നേറ്റപ്പോൾ ഓടിച്ചെന്നിടിനാൻ കേടറ്റ വേദങ്ങൾ തേടിച്ചെന്നിടുന്ന പാദമുള്ളോൻ ആരണനായൊരു വാരിജ കാമുകൻ ചാരത്തു നിന്നു വിളങ്ങും നേരം വാരിജലോചനൻ തന്മുഖമായൊരു വാരിജമേറ്റം വിരിഞ്ഞു നിന്നു പൂമാതു തന്നൂടെ പൊന്മുല കുങ്കുമം പൂരിച്ചു നിന്നൊരു മാറുകൊണ്ടു ചാരത്തു വന്നുള്ളോരാരണൻ മേനിയെ പാരിച്ചു നിന്നു പുണർന്നാനപ്പോൾ അസ്ഥികളേറ്റു ചുവന്നു ചമഞ്ഞുത അച്യുതൻ പൂവൽ മെയ് പാരമപ്പോൾ മേദിനി ദേവി മേവനിൽ മേവുന്ന രാഗന്തൻ മേനിയിൽ കൂടി പരന്ന പോലെ പിന്നെയൊന്നൊന്നിച്ചു മന്ദിരം തന്നിലെ ചെന്നു നിന്നൊരു നന്നജന്താൻ ശില്പം കലർന്നു നിന്നൽപ്പമല്ലാതൊരു പൊൽപ്പീഠം തന്നീലിരുത്തി നേരെ ആദരിച്ചമ്പിനോടാദിത്യ വേലയും ആചരിച്ചിടീനാചാരണനായി ശൈത്യമേഴുമാറു വിധു തുടങ്ങിനാൾ ശൈബയായി മേവുന്ന ദേവിയപ്പോൾ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കേടറ്റ് കാണുന്നില്ല കേടറ്റ് കേടറ്റ കൈകൊണ്ടു നീടുറ്റു നിന്നുള്ള വീടിക തന്നെയും നൽകി നിന്നാൾ പ്രീതനായി നിന്നുള്ളൊരാരണൻ തന്നോടു മാധവൻ ചൊല്ലി ഞാൻ മാനിച്ചപ്പോൾ ശ്രദ്ധ പെണ്ണിടുന്ന എത്ര നാളുണ്ട് ഞാൻ മിത്രമായുള്ളൊരു നിന്നെ കാണുവാൻ എത്രയും നന്നായി വന്നതിങ്ങെന്നുടെ ചിത്തവും ചാലെ കുളിർത്തതിപ്പോൾ ദേശിക ഗേഹത്തിൽ പണ്ടു നിന്ന നാളാചരിച്ചിടിന വേലയെല്ലാം ഒന്നുമേ ഇന്നു മറന്നു പോയില്ലല്ലി വന്നിടുന്നൊരാതൽ തന്നാൽ അന്നു നാം അന്നെ ചെയ്തുള്ള വേലകൾ ഒന്നുമേ ഇന്നേതുമാവതല്ലേ അന്നു നാം പൂണ്ടൊരു സങ്കടം ഓർക്കുമ്പോൾ ഇന്നു കൊണ്ടുള്ളത്തിൽ വേവുപാരം ആര്യനായുള്ളൊരു ദേശിക തന്നുടെ ഭാര്യ തൻ വന്നു നിന്നൊരു നാൾ ഇന്ധനം വേണമെന്നിങ്ങനെ ചൊല്ലുവാൻ അന്തരം നമ്മുടങ്ങായിതല്ലോ എന്നതു കേട്ടു നാം അന്നടെ പോയങ്ങു
ചെന്നൊരു കാനനം തന്നിലപ്പോൾ ആരാഞ്ഞു നിന്നിട്ടു പോരാതെ വന്നപ്പോൾ ദൂരത്തിൽ നിന്നൊരു കാനനത്തിൽ പാരാതെ ചെന്നതു പൂരിച്ചു കൊല്ലുവാൻ ആരാഞ്ഞു നീളെ നടന്ന നേരം പാരിച്ച് നിന്നൊരു പാഴിടി തന്നെയും മാരിയും വന്നതു കാണായപ്പോൾ വേഗത്തിൽ വന്നൊരു പേമഴയേൽക്കയാൽ വേഗത്തെ പൂണ്ടു നാം ഓടി ഓടി തെറ്റെന്നു തെറ്റെന്നു പോരുമ്പോൾ നൽവഴി കാണാതെ മറ്റൊരു കാനനം തന്നിലായി പോക്കും മുടങ്ങിന മാർഗവും അന്നേരം നോക്കിന നീളെ നടന്ന നേരം ഉൾക്കടമായൊരു പേമഴയേറ്റിട്ടു നിൽക്കരുതാകിയാൽ എന്ന പോലെ ദുഷ്ടനായുള്ളൊരു പുഷ്കരകാന്തനും അസ്തമിച്ചിടി ഞാൻ അമ്പരത്തിൽ പാലിച്ചു ചോരുന്ന പേമഴ താനും അന്നേരത്തു നിന്നൊരു പാഴിടിയും കുഞ്ഞിനെ തള്ളുന്ന വങ്കാറ്റു വന്നപ്പോൾ മുന്നേതിലേറ്റവും വന്നുതല്ലോ പാലിച്ചു വന്നൊരു കൂരിരുട്ടന്നേരം പാരിടമെങ്ങ് എങ്ങുമേ മൂടി നിന്നു കാറ്റേറ്റു നിന്നുള്ള വൻപരമെല്ലാം അങ്ങേറ്റം എരിഞ്ഞു മറിഞ്ഞു പിന്നെ നമ്മുടെ ചൂഴവും വീഴുന്ന നേരത്ത് നമ്മുടെ വേദനയാരറിഞ്ഞു എന്നതു കണ്ടു നമ്മേറിന പേടിക്കുണ്ടെങ്ങുമേ പോകരുതായികയാലേ മെയ്യോടു മെയ്യും അണച്ചുകൊണ്ടങ്ങനെ പയ്യവെ നിന്നൊരു നേരത്തല്ലോ വന്മരം പൂണ്ടൊരു വൻകരി വന്നൊരു കേസരി വീരൻ തൻ്റെ ഒട്ടുമാറുള്ളൊരു നാദത്തെ കേട്ടിട്ടു നിർത്തി നമ്പൂതരം തന്നിൽ വീണു പിന്നെ എഴുന്നേറ്റു നിന്നൊരു നേരത്തു മിന്നൽ കൊണ്ടീഷൻ വിളങ്ങുകയാൽ വന്നരി വന്നതു കണ്ടൊരു നേരത്ത് വന്നുള്ളൊരല്ലനെ ചൊല്ലില്ലാമേ മോതാൻ കാട്ടികൾ വന്നു കരഞ്ഞൊരു നേരത്തു ഗോഷ്ഠികൾ കാട്ടിന തേറെ നീതാൻ കാട്ടാന വന്നപ്പോൾ കാട്ടിന ഗോഷ്ഠികൾ നാട്ടാരെ മുമ്പിലെ ചൊല്ലുന്നതാൻ നേരിട്ടു വന്നുള്ള പന്നികൾ പറഞ്ഞല്ലോ നേരിട്ടു പോയതു നമ്മിലപ്പോൾ നാമത്തെ ചൊല്ലി വിളിച്ചുകൊണ്ടെങ്ങുമേ നാമത്തൽ പൂണ്ടു നടന്നതെല്ലാം കണ്ടുള്ളൊരാരുണ്ടായിരുന്ന കണ്ണു നിന്നുമേ മാറാനിതും കാട്ടാന കാട്ടികൾ ചങ്ങാതമായി നിന്ന കാട്ടിലെ നീളെ നടന്നു പിന്നെ യോധന കേട്ടുന്ന നന്നതങ്ങപ്പോൾ വേദനയുള്ളത്തിൽ ഇന്നുമുണ്ടേ കണ്ടൊരു നേരത്തു വണ്ടി നാം പൂണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം ഓർത്തു കണ്ടാൽ വന്നാവും തന്നെ കൊതിച്ചു നിന്നാകിലും ഇന്നും ഉണ്ടായില്ലേ എങ്ങനെയോളം ദർപ്പത്തെ കൊണ്ടൊരു സർപ്പത്താൽ മുന്നിൽ വന്നു ഇപ്പൻ നരോഷനായി നിന്ന നേരം വേറിട്ടു പോകാതെ വേഗത്തിൽ പാഞ്ഞു ദൂരത്തു പോയതും നന്നായി നാമങ്ങൾ ചെന്നപ്പോൾ ഭീമന്മാരായുള്ള പൂമന്മാർ വന്നു മൂളും നേരം ഓടുവാൻ ഏതുമേ കാണരുതാഞ്ഞിട്ടു വേടി കൊണ്ടേറ്റവും മൂടുകയാൽ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി തിരക്കുണ്ടോ പോകാൻ തിരക്കുണ്ടോ അപ്പോൾ വായിക്കണ്ട അത്ര വെച്ചാൽ മതി കുറച്ച് വെച്ചാൽ മതി കൂകിയ കോഴികൾ ചിന്തിച്ചേഷാതയിൽ എന്നതെല്ലാം പിന്നെ നാം നേരം കിന്നര കൈവിട്ട് വന്നൊരു സൂര്യനെ പാർക്കും നേരം മാറാതെ പെയ്യുന്ന മരിയും നമ്മുടെ ബാധിച്ച പേടിയും കൂരിരുട്ടും ചാരത്തു നിന്നുള്ള നമ്മയും കൈവിട്ട് ദൂരത്തു പോയി മാറുന്നതല്ലോ വൃക്ഷങ്ങളേറിന പക്ഷികൾ നാടവും ഭക്ഷണം കിട്ടു നമ്മെന്ന നേരം ആ കണ്ട ലാസയാൽ മേവുമെന്നറിക്കു വാർന്നു നിന്നൊരു ഭൂഷണമായി പങ്കജ കാമുകൻ തന്നെ ഇന്ത്യനെ പൊങ്ങിത്തുടങ്ങും നേരം നാമങ്ങോ ചൊല്ലാൻ ഉദ്ദേശിക്കനാഥൻ നാമങ്ങൾ ചൊല്ലി വിളിച്ചു തിന്നു കാനനം ദൂരം നടന്നു തുടങ്ങിയാൽ കാതര മാനസനായി നേരെ ദൂരത്തു നിന്ന് വിളിച്ചതു കേട്ടുന്ന ചാരത്തു ചെന്നങ്ങു നിന്ന നേരം എന്തേലും കൊണ്ടു തൊണ്ടയും കമ്പിച്ചു മെണ്ടരുതായികയാൽ പൂണ്ടു പാരം ദോഷവും ഖേദവും തോന്നു നിന്നിടുന്ന ലോചന തോയവും തൂകിച്ചൊന്നാൽ ഉത്തമരായുള്ള ശിഷ്യരും നിങ്ങളോടൊത്തവരില്ല ഇപ്പാരിലെന്നാൽ വിദ്യകൾ കൊണ്ടുമിൻ നിങ്ങളെ എന്നുമേ ഒത്തുവരായിക ഇപ്പാരിലാരും ഇങ്ങനെ ചെന്നുടൻ നമ്മയും കൊണ്ടുതൻ മണ്ണിരം പൂകിനാൽ വന്നിരപ്പോൾ ഇങ്ങനെ കൊണ്ടു നാം ആദരിച്ചുള്ളവ എന്നും മറന്നു പോയില്ല എല്ലി ഇതെന്താ തങ്ങളിൽ നിന്നവരിങ്ങനെ ഓരോരോ മംഗളവാക്കുകൾ ഓതും നേരം
അല്പമായുള്ളൊരു കാഴ്ച ഞാൻ ഇങ്ങനെ അബ്ജവിലോചനൻ മുൻപിൽ വയ്ക്കൂ. എന്നങ്ങു തന്നിലെ നണ്ണീനോരാരണൻ നേരിന നാണ്ടവും പൂണ്ടു. പിന്നെ കാഴ്ചയും മെല്ലെ മറപ്പതിനായുള്ളോരൊച്ചയും പൂണ്ടങ്ങു വന്ന നേരം മാലോകരുള്ളത്തിൽ ചാലെ നിന്നിടുമ മായനായുള്ളൊരു മാധവൻ താൻ. ആരണൻ വന്നവൻ കാരണം ചിന്തിച്ചു, ആരണൻ തന്നോടു ചൊല്ലെ ചൊന്നാൻ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. പെൻസിലടിയ കളഞ്ഞു. ഓം തത്സത്. ഇന്നത്തെ പാരായണം ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. കുചേലഗതിയായിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. സമ്പൂർണ്ണമായിട്ടില്ല. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.